Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായി ഒരു കൂടിക്കാഴ്ച. നമ്മൾ 8ാം ക്ലാസ് ടെക്സ്റ്റ് പുസ്തകത്തിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് ഈ പ്രസംഗത്തെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ പ്രസംഗം അദ്ദേഹം നടത്തിയത്? പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റൂസ് അഡ്രസ് ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതിയെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗമാണിത്. എപ്പോ? ഓൺ ദ ഈവ് ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൻ്റെ തലേ ദിവസം. അപ്പൊ എന്നായിരിക്കും? 1947 ഓഗസ്റ്റ് 14. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതെന്നാ 47 ഓഗസ്റ്റ് 15. അപ്പൊ അതിന്റെ തലേ ദിവസം എന്ന് പറയുമ്പോൾ 1947 ഓഗസ്റ്റ് 14 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ അഡ്രസ് ചെയ്തിട്ട് നെഹ്റു ഈ പ്രസംഗം നടത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസംഗം സ്റ്റാർട്ട് ചെയ്യാം. ലോങ് ഇയേഴ്സ് എഗോ വി മെയ്ഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ വിധിയുമായി കൂടിക്കാഴ്ച നമ്മൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ നടത്തി. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ സ്വയം ഭരണ അവകാശമാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാവുക എന്നുള്ളതാണ്. ആൻഡ് നൗ ദ ടൈം കംസ് when we shall redeem our pledge. നമ്മൾ നമ്മളുടെ പ്രതിജ്ഞ, ആ പ്രതിജ്ഞ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ ഇതാ ആ സമയം എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മളെ പ്രതിജ്ഞ പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ നോട്ട് വോളി ഓർ ഇൻ ഫുൾ മെഷർ, അത് ഓൾ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായ അളവിലോ നമുക്കത് സാധിച്ചില്ലെങ്കിലും, ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി, വളരെ ഗണ്യമായ, സബ്സ്റ്റാൻഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, ഒരു പരിധി വരെ നമ്മളുടെ പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ. നേരത്തെ പറഞ്ഞു നോട്ട് വോൺലി ഓർ ഇൻ ഫുൾ മെഷർ. ഫുൾ മെഷർ മീൻസ് പൂർണ്ണമായ അളവിൽ, പൂർണ്ണമായ തോതിലോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ സാധ്യമല്ലെങ്കിലും വെരി സബ്സ്റ്റാൻഷ്യലി, ഗണ്യമായ ഒരു വലിയ പരിധി വരെ നമ്മളുടെ പ്രതിജ്ഞ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ ആ സമയം വന്നിരിക്കുന്നു. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദി മിഡ്നൈറ്റ് അവർ. മിഡ്നൈറ്റ് അവർ ഏതാ? രാത്രി 12 മണി. രാത്രി 12 മണി അടിക്കുമ്പോൾ അല്ലെങ്കിൽ ശബ്ദിക്കുമ്പോൾ, സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, അല്ലേ, വാച്ചിന് സമയം 12 മണിയാകുമ്പോൾ, അതും when the world sleeps India will await life and freedom. ലോകം കിടന്നുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുന്നു. എ മൊമെന്റ് കംസ്, അങ്ങനെ ഒരു നിമിഷം വരുന്നു. എന്താണ് ആ നിമിഷത്തിന്റെ പ്രത്യേകത? ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഒരു നിമിഷം. എന്താണ് അതിന്റെ പ്രത്യേകത? വിച്ച് കംസ് ബട്ട് റയർലി ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ വളരെ അപൂർവമായി വരുന്ന ആ നിമിഷം. അതും എപ്പോഴാണ് ആ നിമിഷം വരുന്നത്? when we step out from the old to the new. നമ്മൾ ആ പഴയതിൽ നിന്നും പുതിയതിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മളുടെ പഴയ ജീവിത രീതികൾ, പഴയ കാര്യങ്ങൾ അതെല്ലാം മാറിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, when our age ends, ഒരു യുഗം, ഒരു കാലഘട്ടം അവസാനിക്കുമ്പോൾ, മേ ബി ബ്രിട്ടീഷുകാരുടെ ഭരണമാവാം ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ പിന്നെ എപ്പോഴാ? when the soul of a nation, ഒരു രാജ്യത്തിന്റെ ആത്മാവ്, അതും എങ്ങനത്തെ ആത്മാവ്, എങ്ങനത്തെ രാജ്യം? ലോങ് സപ്രസ്ഡ്, ഒരുപാട് നാളായിട്ട് അടിച്ചമർത്തപ്പെട്ട രാജ്യം, അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന്റെ ആത്മാവ് ഫൈൻസ് അട്ടറൻസ്,
സംസാരം, ശബ്ദം കണ്ടെത്തുമ്പോൾ, വോയിസ് കണ്ടെത്തുമ്പോൾ. അപ്പോൾ ആ ഒരു നിമിഷമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് വരുന്ന ആ ഒരു നിമിഷം. It is fitting that at this solemn moment, ഈ പവിത്രമായിട്ടുള്ള നിമിഷത്തിൽ വളരെ അനുയോജ്യമായ, വളരെ യോജിച്ച കാര്യമാണ് എന്ത്? ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു നിമിഷത്തിൽ, അതും സോളം മൊമെന്റ്, പവിത്രമായിട്ടുള്ള ഈ നിമിഷത്തിൽ we take the pledge of dedication to the service of India. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സേവനത്തിൻ്റെ പ്രതിജ്ഞ, രാജ്യത്തെ സേവിക്കുമെന്ന പ്രതിജ്ഞ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ എടുക്കുന്നു. രാജ്യത്തെ മാത്രമല്ല, പിന്നെയോ ആൻഡ് ഹെർ പീപ്പിൾ, ആ രാജ്യത്തെ ജനങ്ങളെയും. കഴിഞ്ഞില്ല, ആൻഡ് ടു ദ സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി, അതിലും വലിയ രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നമ്മൾ നിർവഹിക്കും, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന ഒരു പ്രതിജ്ഞ. കാരണം ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ലാർജർ കോസ്, ഏറ്റവും വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിലെ ഹ്യൂമാനിറ്റി, മനുഷ്യരാണ്, മനുഷ്യത്വമാണ്. അപ്പോൾ ഇത്തരത്തിലെ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിജ്ഞകളെല്ലാം ഈ ഒരു നിമിഷത്തിൽ നമ്മൾ എടുക്കുന്നു. അറ്റ് ദ ഡോൺ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ, ഇന്നോ ഇന്നലെയോ അല്ല, ബിഗിനിങ് ഓഫ് ഹിസ്റ്ററി, ഡോൺ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യ സ്റ്റാർട്ടഡ് ഓൺ ഹെർ അൺഎൻഡിങ് ക്വസ്റ്റ്, അതായത് ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണം ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു. ക്വസ്റ്റ്, എൻക്വയറി, അന്വേഷണം. അതുപോലെ തന്നെ ആൻഡ് trackless centuries are filled with her striving and the grandeur of her success and failure. രാജ്യത്തിൻ്റെ, അവളുടെ, ഇവിടെ ഹെർ, അവൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തെയാണ്. അപ്പൊ അവളുടെ പരാജയങ്ങളുടെയും വിജയത്തിൻ്റെയും മഹത്വം, ഗ്രാൻഡിയർ, ഗ്രേറ്റ്നസ്, മഹത്വം, ഗ്രാൻഡിയർ ഓഫ് ഹെർ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്, പരാജയങ്ങളുടെയും വിജയത്തിൻ്റെയും മഹത്വവും. അതുപോലെ തന്നെ ട്രാക്ലെസ് സെഞ്ചുറീസ് ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിംഗ്, അവളുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും, അതുപോലെ അവളുടെ പരാജയത്തിൻ്റെയും പരാജയങ്ങളുടെയും വിജയത്തിൻ്റെയും മഹത്വവും. ട്രാക്ലെസ് സെഞ്ചുറീസ് ആർ ഫിൽഡ്, ഇവയെല്ലാം നിറഞ്ഞിട്ടുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇന്ത്യക്ക് പിന്നിലുണ്ട്. ട്രാക്ലെസ് സെഞ്ചുറീസ്, നൂറ്റാണ്ടുകളുടെ ചരിത്രം. ട്രാക്ലെസ്, നമ്മൾ അന്വേഷിച്ചാൽ, നമ്മൾ തേടി നടന്നു കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയാത്ത അത്രയും നൂറ്റാണ്ടുകൾ. ആർ ഫിൽഡ് വിത്ത് ഹെർ സ്ട്രൈവിംഗ് ആൻഡ് ഗ്രാൻഡിയർ ഓഫ് ഹെർ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്, ഇന്ത്യയുടെ പരാജയങ്ങളുടെയും വിജയത്തിൻ്റെയും മഹത്വവും, ഗ്രേറ്റ്നസ്സും, അതുപോലെ തന്നെ പരിശ്രമങ്ങളും നിറഞ്ഞ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യം രാജ്യത്തിനുണ്ട്. അപ്പൊ ഇന്ത്യ ഈ പരിശ്രമങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇന്ത്യക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉണ്ട്. ത്രൂ ഗുഡ് ആൻഡ് ഇൽ ഫോർച്യൂൺ അലൈക്ക്, ഗുഡിലും ഇൽ ഫോർച്യൂൺ, നല്ല കാലത്തും അതുപോലെ തന്നെ മോശമായ അവസ്ഥയിലും. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കുന്ന സാഹചര്യത്തിലും നല്ലതിലും, ആൻഡ് ഇൽ ഫോർച്യൂൺ, നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയിലും ഒരുപോലെ. അതായത് ഗുഡ് എന്നോ ഇൽ ഫോർച്യൂൺ നിർഭാഗ്യമെന്നോ, അപ്പൊ ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ വ്യത്യാസമില്ലാതെ 2 സാഹചര്യങ്ങളിലും അലൈക്ക്, മാറ്റമില്ലാതെ ഒരുപോലെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? 2 സാഹചര്യങ്ങളിലും ഷി ഹാസ് നെവർ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇന്ത്യ തുടങ്ങി വെച്ച അന്വേഷണം, ആ അന്വേഷണത്തിന്റെ കാഴ്ച,
ഇന്ത്യ ഒരുപോലെ നിലനിർത്തിയിട്ടുണ്ട്. അത് ഭാഗ്യമാണെങ്കിലും നിർഭാഗ്യമാണെങ്കിലും ശരി. നെവർ ലോസ്റ്റ്, ഒരിക്കലും അത് നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്ത്? സൈറ്റ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്, ആ ഒരു അന്വേഷണം. അതുപോലെ തന്നെ ഓർ ഫോർഗോട്ട് ദ ഐഡിയൽസ് വിച്ച് ഗേവ് ഹർ സ്ട്രെങ്ത്, പണ്ട് മുതലേ ഇന്ത്യക്ക് ശക്തി പകരുന്ന ഇന്ത്യയുടെ ഐഡിയൽസ്, അവളുടെ ആദർശങ്ങൾ, ആ ആദർശങ്ങളെ അവൾ മീൻസ് രാജ്യം നല്ല കാലത്തും നല്ല നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യത്തിലും അതുപോലെ തന്നെ ഇൽ ഫോർച്യൂൺ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയിലും രാജ്യത്തിന് ശക്തി പകർന്ന ആദർശങ്ങളെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ആ ഉൾക്കാഴ്ചയെയും ഒരിക്കലും രാജ്യം കൈവിട്ടിട്ടില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. വി എൻഡ് ടുഡേ, ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തോടുകൂടി 1947 ഓഗസ്റ്റ് 14. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്ത്? എ പീരീഡ് ഓഫ് മിസ്ഫോർച്യൂൺ, നിർഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടം ഇന്നിവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തോടുകൂടി നാളെ നേരം പുലർന്നാൽ ഇന്ത്യ ഡിസ്കവേഴ്സ് ഹെർസെൽഫ് അഗെയിൻ, ഇന്ത്യയെ വീണ്ടും കണ്ടെത്തും. ഇന്ത്യ ഡിസ്കവേഴ്സ് ഹെർസെൽഫ് അഗെയിൻ, ഇന്ത്യ അവളെ വീണ്ടും സ്വയം കണ്ടെത്തും. ദ അച്ചീവ്മെന്റ്സ് വി സെലിബ്രേറ്റ് ടുഡേ, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ നേട്ടങ്ങൾ ഈസ് ബട്ട് എ സ്റ്റെപ്പ്, ആ നേട്ടങ്ങൾ നമുക്കൊരു സ്റ്റെപ്പാണ്, നമുക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരു പടിയാണ് നമ്മുടെ നേട്ടങ്ങൾ. ആൻഡ് ഓപ്പണിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളുടെ ഒരു ഓപ്പണിംഗ് ആണത്, അവസരങ്ങളെ തുറക്കുകയാണ്. എങ്ങോട്ട്? ടു ദ ഗ്രേറ്റർ ട്രയംസ് ആൻഡ് അച്ചീവ്മെന്റ്സ്, വലിയ വിജയങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും. ദാറ്റ് await us, നമ്മളെ കാത്തിരിക്കുന്ന. അപ്പം നമ്മളെ കാത്തിരിക്കുന്ന വലിയ അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങളിലേക്കും ട്രയംസ്, വിജയങ്ങളിലേക്കുമുള്ള അവസരങ്ങളുടെ ഒരു ഓപ്പണിംഗ്, ഒരു തുടക്കമാണ് നമ്മളുടെ ഇന്നത്തെ നേട്ടങ്ങളുടെ ആഘോഷങ്ങൾ. എന്നിട്ട് നെഹ്റു ചോദിക്കാണ്, ആർ വി ബ്രേവ് ഇനഫ് ആൻഡ് വൈസ് ഇനഫ്, നമ്മൾ ആവശ്യത്തിന് ബുദ്ധിയുള്ളവരും അതുപോലെ തന്നെ ധീരന്മാരുമല്ലേ? ആർ വി ബ്രേവ്, നമ്മൾ ധീരന്മാരല്ലേ? ഇനഫ്, ആവശ്യത്തിന്. ആൻഡ് വൈസ് ഇനഫ്, നമുക്ക് ആവശ്യത്തിന് ബുദ്ധിയില്ലേ? എന്തിന്? ടു ഗ്രാസ്പ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ആക്സെപ്റ്റ് ദ ചലഞ്ചസ് ഓഫ് ഫ്യൂച്ചർ, ഭാവിയിലെ ചലഞ്ച്, ഭാവിയിലെ വെല്ലുവിളികളെ ഉൾക്കൊള്ളാനും ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ അവസരത്തെ ഗ്രാസ്പ് ചെയ്തിട്ട് ഈ അവസരത്തെ പിടിച്ച് ഉപയോഗിച്ചിട്ട് മുന്നേറാനുമുള്ള ബുദ്ധിയും ധീരതയും നമുക്കില്ലേ എന്ന ചോദ്യമാണ് നെഹ്റു ചോദിക്കുന്നത്. അപ്പൊ എന്താ നെഹ്റു ചോദിക്കുന്നത്? ആസ് വി ബ്രേവ് ഇനഫ് ആൻഡ് വൈസ് ഇനഫ് ടു ഗ്രാസ്പ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ അവസരത്തെ എടുത്തുകൊണ്ട് ഗ്രാസ്പ് ചെയ്തിട്ട് ഈ അവസരത്തെ എടുക്കാനും ആൻഡ് ആക്സെപ്റ്റ് ദി ചലഞ്ച് ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയിലെ വെല്ലുവിളികളെ ഉൾക്കൊണ്ട് മുന്നേറാനുമുള്ള വൈസ്, ബുദ്ധിയും ധൈര്യവും നമുക്കില്ലേ? അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ കണ്ട ശേഷം നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.